നമസ്കാരം, ഏവർക്കും ശുഭദിനം നേരുന്നു. പുതിയൊരു ദിവസം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ശരിക്കും നമ്മൾ കച്ചവടം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആവാതിരിക്കുക, നമുക്കൊരു ക്ലാരിറ്റി കിട്ടുക, നമ്മുടെ കൺട്രോളിലാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമായിട്ടും നമ്മുടെ ബിസിനസ്സിൻ്റെ ഓരോ ഭാഗങ്ങളും നമ്മുടെ കൺട്രോൾഡ് ആവുക. നമ്മൾ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും, ബിസിനസ്സൊക്കെ പല രൂപത്തിൽ ഡെലിഗേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ബിസിനസ് നമ്മുടെ കൺട്രോൾഡ് ആണോ, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഫോർ എക്സാമ്പിൾ പറയാം, നമ്മുടെ ബിസിനസ് ടൈം, നമ്മുടെ ബിസിനസ്സിൻ്റെ നമ്മുടെ വർക്കിംഗ് ടൈം, നമ്മുടെ പേഴ്സണലി ഓണർ എന്ന രീതിയിൽ നമ്മുടെ ടൈം കൺട്രോൾഡ് ആണോ, അതോ മറ്റാരോ ആണോ നമ്മുടെ ടൈമിനെ നിയന്ത്രിക്കുന്നത്? അപ്പോൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ടൈമിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ ബിസിനസ്സിൻ്റെ ലീഡ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ ബിസിനസ്സിൻ്റെ സെയിൽസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ സ്റ്റാഫുകളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം, നമ്മുടെ ബിസിനസ്സിൻ്റെ ടോട്ടൽ ടേൺ ഓവറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണം. അപ്പോൾ ബിസിനസ്സിന് ടോട്ടലി നമ്മുടെ കൺട്രോളിലാണോ എന്നുള്ളത് നമ്മൾ നോക്കണം. കൺട്രോൾഡ് അല്ലെങ്കിൽ അതിനെ നമ്മൾ കൺട്രോളിലേക്ക് കൊണ്ടുവരണം. ബിസിനസ്സിലൊരു പ്രോപ്പർ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ള ഒരു സൊല്യൂഷൻ. ഓരോ ഭാഗങ്ങളിലും ഇപ്പോൾ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് പ്രോപ്പറായിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവരിക. സെയിൽസ് ക്ലോസ് ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു നെർച്ചറിങ് മെത്തേഡ് കൊണ്ടുവരിക. സ്റ്റാഫിനെ മാനേജ് ചെയ്യുന്ന സ്ഥലത്ത്, എസ്പെഷ്യലി നമ്മുടെ ടൈം, നമ്മൾ വർക്ക് ചെയ്യുന്ന സമയം പോലും ഒരു പ്രോപ്പർ സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് പുതിയ മാറ്റങ്ങളെക്കുറിച്ച് അറിയാൻ, മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാണ്. നമുക്കൊരു മെത്തേഡുണ്ട്, നമ്മൾ പഠിച്ചു വെച്ചൊരു മെത്തേഡുണ്ട്. അതിൽ മാത്രം മുന്നോട്ട് പോവാതെ കാലത്തിനനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന, സോഷ്യൽ മീഡിയയിൽ വരുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പോലത്തെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊരു ബോധം ഉണ്ടാവണം. അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അതിനനുസരിച്ച് നമ്മുടെ ബിസിനസ്സിൻ്റെ കൺട്രോള് നമ്മുടെ കയ്യിലാണോ എന്നുള്ളത് നമ്മളൊന്ന് ഓഡിറ്റ് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മുടെ കൺട്രോളിലാണോ? കൺട്രോൾഡ് അല്ലാത്ത ഏതെങ്കിലും ഭാഗങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ കൺട്രോളിലാക്കി മാറ്റി ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു.